ഇന്നൊരു കൊശവൻ്റെയും കഴുതയുടെയും കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ കൊശവൻ്റെയും കഴുതയുടെയും കഥ കേട്ടിട്ടുണ്ടോ? ഒരിക്കലൊരിടത്തൊരു കൊശവനുണ്ടായിരുന്നു. കൊശവൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കളിമണ്ണിൽ ചട്ടികൾ, ദൈവത്തിൻ്റെ ബിംബങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന ആളിനെയാണ് കൊശവൻ എന്ന് പറയുന്നത്. കൊശവനൊരു കഴുതയുണ്ടായിരുന്നു. കൊശവൻ ദൈവങ്ങളെ പ്രതിമ ഉണ്ടാക്കും. എന്നിട്ട് ചന്ത ദിവസം, അവിടെ അടുത്തൊരു ചന്ത ഉണ്ടായിരുന്നു. ചന്ത ദിവസം ഈ കഴുതയുടെ പുറത്ത് ദൈവങ്ങളെ ബിംബവും വച്ച് കൊശവൻ ചന്തയിലേക്ക് പോകും, ബിംബങ്ങൾ വിൽക്കുന്നതിനായി. കഴുതപ്പുറത്ത് കൊശവൻ ചന്തയിലേക്ക് ബിംബങ്ങളുമായി പോകുമ്പോൾ വഴിയിൽ കാണുന്ന ആളുകൾ, ചന്തയിൽ നല്ല തിക്കും തിരക്കും തെള്ളുമൊക്കെ ആയിരിക്കും. അപ്പോൾ വഴി കാണുന്നവർ കഴുതയ്ക്ക് വഴിമാറിക്കൊടുക്കും. വഴിമാറിക്കൊടുക്കുന്നത് ദൈവങ്ങൾ കഴുതയുടെ പുറത്ത് കളിമൺ ദൈവങ്ങൾ ഇരിക്കുന്ന കൊണ്ടാണ്. എന്നിട്ട് ചില ആൾക്കാർ, സാധാരണക്കാരാണല്ലോ ചന്തയിൽ വരുന്നത്, ചില ആൾക്കാർ പാവങ്ങൾ ഈ ദൈവത്തിനെ കണ്ട് തൊഴുകയും ചെയ്യും. അപ്പോൾ കഴുത വിചാരിച്ചു, എൻ്റെ മഹാത്മ്യം കൊണ്ടാണ് എല്ലാ പേരും എനിക്ക് വഴിമാറിത്തരുന്നതും എന്നെ തൊഴുന്നതും എന്നാണ് കഴുത വിചാരിച്ചിരുന്നത്. കാലക്രമേണ കഴുതയ്ക്ക് വയസ്സായി. കഴുതയ്ക്ക് വയസ്സായപ്പോൾ കൊശവൻ ഈ കഴുതയുടെ പുറത്ത് ദൈവങ്ങളുടെ ബിംബങ്ങൾ ഉണ്ടാക്കി ചന്തയിലേക്ക് കൊണ്ടുപോകാതായി. കഴുതയ്ക്ക് ചുമടെടുക്കാനൊന്നും വയ്യാതായി. കഴുതയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്താണ് ഈ കൊശവൻ എൻ്റെ പുറത്ത് ദൈവങ്ങളെ ബിംബങ്ങളൊക്കെ വെച്ച് ചന്തയിലോട്ട് കൊണ്ടുപോകാത്തതെന്നായി കഴുത. അങ്ങനെ ഒരു ദിവസം കഴുത ഒറ്റയ്ക്ക് ചന്തയിലോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കഴുത ഒരു ദിവസം ഒറ്റയ്ക്ക് ചന്തയിലോട്ട് പോയി. ചന്തയിലോട്ട് പോയപ്പോൾ കഴുതയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കഴുത നോക്കുന്നു, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എനിക്കാരും വഴിയൊഴിഞ്ഞു തരുന്നില്ല, എന്നെ ആരും തൊഴുന്നില്ല. കഴുതയ്ക്ക് വല്ലാത്ത കോപം വന്നു. കഴുത ആൾക്കാരെ ചവിട്ടാനും തൊഴിക്കാനും തുടങ്ങി. ആൾക്കാർക്കാണെങ്കിലോ വല്ലാത്ത അതിശയം തോന്നി. ആൾക്കാരെല്ലാം കൂടി കഴുതയുടെ കാലാടിച്ചൊടിച്ച് ചമ്മന്തിയാക്കി അവിടെ ഇട്ടു. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം പഠിക്കണം. ഒരു വ്യക്തി ഒരു കസേരയിലിരിക്കുമ്പോൾ, ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അവരെ ആൾക്കാർ ബഹുമാനിക്കുന്നത് ആ സ്ഥാനത്തെയാണ്. ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കില്ല. എത്ര കൊള്ളരുതാത്ത വ്യക്തിയായാലും, എത്ര ദുഷ്ടനായാലും, ആർക്ക് ഒരു സഹായം ചെയ്യാത്ത ആളായാലും ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കും. നമ്മൾ സ്ഥാനം വിട്ടൊഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളെ ഇനിയും മറ്റുള്ളവർ പഴയതുപോലെ ബഹുമാനിക്കണം. എനിക്ക് അതുപോലത്തെ റെസ്പെക്റ്റ് തരണം, എനിക്ക് വേണ്ടി വഴി ഒഴിഞ്ഞു തരണം, എന്നെ തൊഴണം എന്നൊക്കെയുള്ള ചിന്തകൾ വളരെ മോശമാണ്. നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട ബഹുമാനങ്ങൾ നമുക്ക് ലഭിക്കും. സ്ഥാനം വിട്ട് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അതേ ബഹുമാനങ്ങൾ ലഭിക്കണം എന്ന് ചിന്തിക്കുന്നത് ഈ കഴുതയെപ്പോലെ ബുദ്ധിഹീനന്മാരാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.